ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീ സുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ. വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ രാശി അധിപനാണ്. എവിടെ നിൽക്കുന്നു? മീനത്തിൽ നിൽക്കുന്നു, ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതിനാൽ ഇടവൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ മാറ്റം വളരെ നല്ല അനുഭവങ്ങളുടെ മാറ്റമായിരിക്കും. 11-ൽ നിൽക്കുന്നു ശുക്രൻ. സലാഭ എന്നാണ് ഫലം പ്രചരിക്കുന്നത്. 11-ൽ ശുക്രൻ നിൽക്കുന്നു, ലാഭത്തോടു കൂടിയത്. ഇവിടെ ശുക്രൻ ഏറ്റവും നന്നായി ഉച്ചസ്ഥനായി നിൽക്കുന്നു, ലാഭമുണ്ടാകുന്നു. ശുക്രനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ലാഭമുണ്ടാക്കും. എന്തൊക്കെയാണ് ശുക്രൻ ഉണ്ടാക്കുന്ന ലാഭം? അബല ഭോഗയാനാനി ശുക്ര. അബല സ്ത്രീകൾ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, നാൽക്കാലികൾ, ഇതൊക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ലൊരു ഗോഡ് ഫാം, അല്ലെങ്കിൽ കാറ്റിൽ ഫാം, പശു ഫാം, അല്ലെങ്കിൽ പോത്ത് ഫാം, ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഗവൺമെൻറ്റിന് സബ്സിഡി ധാരാളം ധനം ലഭിക്കുന്ന മാസമാണ്. നല്ല പാലുൽപ്പന്നങ്ങൾ, ചാണകം വിറ്റ് കാശുണ്ടാക്കാൻ നല്ല സമയമാണ്. വിവാഹ ജീവിതം വളരെ നന്നായി മുമ്പോട്ട് പോകും. പെട്ടെന്ന് സന്താനത്തിന് അനുകൂലമായ സമയമാണ്. കാരണം എന്താണ്? ശുക്രൻ നോക്കുന്നത്, ലഗ്നാധിപനാണ് നോക്കുന്നത് 5-ാം ഭാവത്തിലേക്കാണ്, സന്താന സ്ഥാനത്തേക്കാണ്. സന്താന വിഷയത്തിലേക്ക് നല്ലതാണ്. അതിനുമപ്പുറം കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് ഏറ്റവും നല്ല സമയമാണ്. അവരുടെ പഠനം, ഉന്നത വിദ്യാഭ്യാസം, അവരുടെ യാത്ര, ബാങ്കുമായി ബന്ധപ്പെടുന്ന കാശ് ലഭിക്കുക, ഇതിനൊക്കെ വളരെ അനുകൂലമായി ഈ ശുക്രൻ നന്നായി സഹായിക്കും. ഗർഭപരീക്ഷണം, ഗർഭിണികൾക്ക് ഗർഭമാകുന്നില്ലെങ്കിൽ IVF തുടങ്ങിയ ചികിത്സകളിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു 25 ദിവസക്കാലം ഐ ഗ്യാരണ്ടി യു ദ റിസൾട്ട്, ബെസ്റ്റ് റിസൾട്ട്. അതിനായി നന്നായി ഉത്സാഹിക്കുക. ഇവിടെ മന്ത്രസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. നന്നായി ശുക്രനെ ഭജിക്കണം. ശുക്രൻ അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷിവ, ഭൃഗുനന്ദന. ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി, ലക്ഷ്മി, ദേവി, ഇതൊക്കെ ചിന്തിക്കേണ്ടത്. ശുക്രൻ ദുർബലമാണെങ്കിലാണ് യക്ഷിയൊക്കെ ചിന്തിക്കുക. ഇവിടെ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു, ഉച്ചരാശിയിൽ നിൽക്കുന്നു ശുക്രൻ. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യും ഇടവൻ രാശിക്കാർക്ക് എന്നറിയാം. ഇടവൻ രാശിക്കാരുടെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകാം. അത്ര നന്നായി ഈ ശുക്രൻ നന്നായിട്ട് വരും. പുതിയ പ്രണയബന്ധങ്ങളുണ്ടാകാം, വിവാഹ തീരുമാനങ്ങളുണ്ടാകാം. സന്താന വിഷയം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ നന്മകളും ഇടവൻ രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.